കാശ് കടം കൊടുക്കുന്നവർ ഈ വീഡിയോ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി, ഇല്ലേ? ഒരു മിത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കുക, ഇല്ലേ? ഒരു മിത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. ചിലപ്പോ അത് എന്തെങ്കിലും ചീത്ത പറയാ, അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോകും. ഇത്രയേ സംഭവിക്കുള്ളൂ. അപ്പൊ ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോ ആ പൈസ തിരിച്ചു കിട്ടാണ്ടാവുമ്പോ നമ്മൾ ചോദിക്കും. അപ്പൊ അവര് പറയും, സ്നേഹിതനോ ബന്ധുവോ കടം ചോദിക്കുമ്പോൾ ചിന്തിക്കാതെ കൊടുക്കുന്നത് ചിലപ്പോൾ ആ ബന്ധം തന്നെ തകരാൻ കാരണമായേക്കും. കടമായി ചോദിക്കുന്ന തുക മുഴുവനായി കൊടുക്കരുത്. കടം കൊടുത്ത് ശത്രുവിനെ വിലയ്ക്ക് വാങ്ങരുത്. മിത്രത്തെ ശത്രുവാക്കരുത്. കടം കൊടുത്ത പണം തിരിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ അവർ ശത്രുക്കളായി മാറിയേക്കാം. അതുകൊണ്ട് കടം കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. അവരുടെ ആ ആവശ്യം ചിലപ്പോൾ കളളമോ അത്യാവശ്യമല്ലാത്തതോ ആയിരിക്കാം. ശരിക്കും അത്യാവശ്യമാണോ അതോ ദൂർത്തടിക്കാനാണോ അല്ലെങ്കിൽ സുഖഭോഗത്തിനാണോ എന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് തന്നെ കടമുണ്ടെങ്കിൽ എനിക്ക് കടമുണ്ട്, എന്റെ കയ്യിൽ കാശില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. നിങ്ങളുടെ കടങ്ങൾ ആദ്യം തീർക്കുക. അവന് കടം വീടുന്ന സ്വഭാവമുണ്ടോ എന്ന് നോക്കണം. നല്ല സ്വഭാവം മാത്രമല്ല, തിരിച്ചടയ്ക്കാനുള്ള കഴിവും അവർക്കുണ്ടോ എന്ന് ഉറപ്പാക്കണം. തിരിച്ചടയ്ക്കാനുള്ള കൃത്യമായ സമയപരിധി വ്യക്തമായി നിശ്ചയിക്കുക. കാലാവധി കഴിയുമ്പോൾ സൗമ്യമായി അവരെ ഓർമ്മിപ്പിക്കുക. ഏറ്റവും പ്രധാനം, കൊടുക്കുന്ന പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണമായി കരുതുക. തിരിച്ചു കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് മനസ്സിൽ കരുതി കൊടുക്കുക. അതാണ് നമ്മുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഉചിതം. കടം വീട്ടുവാന് കഴിവില്ലാത്തവരെ സഹായിക്കേണ്ടതുണ്ടെന്ന് മതം പഠിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുള്ളവർക്ക് സാവകാശം നൽകുകയോ അല്ലെങ്കിൽ അത് ദാനമായി നൽകുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ഹദീസ് പ്രകാരം ആരെങ്കിലും ജനങ്ങളുടെ ധനം തിരിച്ചു കൊടുക്കേണ്ട എന്നുദ്ദേശിച്ചുകൊണ്ട് കടം വാങ്ങിയാൽ അത് അള്ളാഹു നശിപ്പിക്കുന്നതുമാണ്. രക്തസാക്ഷിക്ക് പോലും കടബാധ്യത പൊറുക്കപ്പെടില്ല എന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. കാര്യങ്ങൾ വ്യക്തമായിരിക്കാൻ ഒരു ഉടമ്പടി പത്രം, പ്രൊമിസറി നോട്ട് എഴുതുന്നത് നല്ലതാണ്. ഖുർആനിലും ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ പേര്, തുക, തിരിച്ചു തരുന്ന തീയതി, സാക്ഷികളുടെ ഒപ്പ് എന്നിവ ഉണ്ടായിരിക്കണം. ഇത് ബന്ധം വഷളാകാതിരിക്കാനും ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ഓർക്കുക, കടം കൊടുത്ത് ഒരു മിത്രത്തെ ശത്രുവാക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവം ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.